നാമേവരും ഏറെ ആകാംക്ഷയോടുകൂടും പ്രതീക്ഷയോടുകൂടും കാത്തിരിക്കുന്ന ജനാബ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും ഈ ജാഥയുടെ ഉപനായകൻ കൂടെയായ ജനാബ് PK ഫിറോസ് സാഹിബിനെ സാദരം ക്ഷണിക്കും. ഈ ജാഥയുടെ നായകൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിയമസഭാ ഡെപ്യൂട്ടി ലീഡർ, കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ബഹുമാന്യനായ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്, തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ജാഥയെ ആശീർവദിക്കാൻ വേണ്ടി കടന്നു വന്ന MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ദേശീയ രംഗത്തെ തന്നെ നിറസാന്നിധ്യമായ അബൂബക്കർ സാഹിബ്, ഈ വേദിയിലിരിക്കുന്ന STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ ജാഥയിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കാർണിവലിനെ അനുസ്മരിപ്പിക്കുന്ന ഉജ്ജ്വലമായ ഒരു സ്വീകരണമാണ് നിങ്ങൾ ഞങ്ങൾക്കൊരുക്കിയത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഈ യാത്ര തുടങ്ങിയത് മുതൽ ഇതുവരെ ഉള്ള സ്വീകരണ പരിപാടികൾക്കിടയിൽ ഏറ്റവും മനോഹരമായ വർണ്ണവിസ്മയങ്ങൾ തീർത്തത് മട്ടാഞ്ചേരിക്കാരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനത്തിന് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് ഉണ്ടോ എന്ന് കുറേ കാലമായി നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. അവർക്കുള്ള ഉത്തരം കൂടിയാണ് പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ MLA. തമിഴ്നാട് നിയമസഭയിൽ 4 രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണ് പ്രാതിനിധ്യമുള്ളത്. വെറും 4 രാഷ്ട്രീയ പാർട്ടികൾ. അതിലൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അബൂബക്കർ സാഹിബിൻ്റെ സീറ്റ് ഏറ്റവും മുൻനിരയിലാണ്. നിയമസഭയിലെ കക്ഷി നേതാവ് എന്ന നിലക്ക് കേരളത്തിൻ്റെ പുറത്തുള്ളൊരു സ്റ്റേറ്റിൽ ഏറ്റവും മുൻനിരയിൽ ഇടം പിടിക്കുന്ന തലത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കായികമില്ലത്തിന് ജന്മം നൽകിയ ഒരു നാട്ടിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ 2018 ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും അഭിമാനിക്കാനുള്ള വകയുണ്ട്. ഇൻഷാ അല്ലാഹ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്നും കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരു MP കൂടി ഉണ്ടാകും എന്ന് നമ്മളേവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. നമ്മുടെ ജാഥ ഇന്ന് എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ദിവസം, 21ാമത്തെ ദിവസമാണ് ഇന്ന് ജാഥ തുടങ്ങിയത്. നമ്മുടെ ജാഥ ടൗൺ ഹാളിൻ്റെ സമീപത്തു നിന്നും തുടങ്ങി. നമ്മൾ അല്പദൂരം നടന്നപ്പോൾ നമ്മളെത്തിയത് മഹാരാജാസ് കോളേജിൻ്റെ മുമ്പിലാണ്. മഹാരാജാസ് കോളേജ് നമുക്കറിയാം, CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം എത്രയോ വർഷങ്ങളായി നിഷേധിച്ചൊരു ക്യാമ്പസാണ്. എന്നാൽ SFIയുടെ ഭീഷണി വകവെക്കാതെ MSFൻ്റെ ധീരന്മാരായ കുട്ടികൾ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ജാഥയെ വരവേൽക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളികളുമായി അവിടെ കാത്തിരുന്നത് നമ്മൾ കണ്ടു. പിന്നെയും നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ ലോ അക്കാദമിയുടെ മുമ്പിലാണ് എത്തിയത്. ലോ അക്കാദമിയുടെ ലോ കോളേജിൻ്റെ മുമ്പിൽ MSFകാർ മാത്രമല്ല KSUവിൻ്റെ വിദ്യാർത്ഥികളും നമ്മളെ വരവേൽക്കാൻ, ആവേശകരമായ വരവേൽപ്പ് നടത്താൻ
നമ്മളെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ കൊച്ചി കോർപ്പറേഷന്റെ മുമ്പിൽ ദിവസങ്ങളായി സമരം ചെയ്യുന്ന 200-ലധികം തൊഴിലാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന കുറച്ച് ആളുകളെ കണ്ടു. അവർ പറഞ്ഞു, ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 9 വർഷമായി താൽക്കാലികമായി ജീവനക്കാരായി ജോലി ചെയ്തിരുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീടുകളിലെ അരി വാങ്ങാൻ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന ഒരു ജോലി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു ഉത്തരവിന്റെ ഫലത്തിൽ, ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ജോലി ഇല്ലാതായി. അതുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങളെ, ഞങ്ങളുടെ സമരത്തിന് നിങ്ങളുടെ പിന്തുണയുണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. കാസർഗോഡ് നിന്ന് ഈ ജാഥ ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ നൂറുകണക്കിന് ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ, മിനിയാന്ന് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലൂടെ ജാഥ കടന്നു വരുമ്പോൾ CPM-ന്റെ ഒരു രക്തസാക്ഷിയുടെ സഹോദരി പോലും സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ കണ്ട് അവരുടെ സമരത്തിന് പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ CPM-കാരുടെ രക്തസാക്ഷിയുടെ സഹോദരിക്ക് പോലും പിന്തുണ ചോദിച്ചു വരാൻ ഒരു പാർട്ടിയുണ്ട്. അത് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗ് ആണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കേരളത്തിലുടനീളം ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു പാർട്ടിയുണ്ട്. അത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗുമാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇപ്പോഴിതാ നമ്മൾ മട്ടാഞ്ചേരിയിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ മുദ്രാവാക്യം എന്താണ്? വർഗീയ മുക്ത ഭാരതം എന്നുള്ളതാണ്. ഈ മട്ടാഞ്ചേരി, ഇവിടെ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇതുപോലെ മൾട്ടി കൾച്ചറലായ, ഇതുപോലെ മൾട്ടി റിലീജിയസ് ആയ ഒരു നാട് കേരളത്തിൽ വേറെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പരിച്ഛേദമാണ് മട്ടാഞ്ചേരി. നിങ്ങൾ നോക്കൂ, ഈ 1568 രൂപീകൃതമായ സിനഗോഗിനെ കുറിച്ച് ഇവിടെ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഒരു അമ്പലത്തിന്റെ ചുറ്റുമതിലും ഒരു സിനഗോഗിന്റെ ചുറ്റുമതിലും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ച. മാത്രമല്ല, ഈ ജാഥയ്ക്ക് ഇതുപോലെ വരവേൽപ്പ്, ഇത്രയധികം വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ വരവേൽപ്പ് കാസർഗോഡ് നിന്ന് ജാഥ തുടങ്ങിയപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എത്ര ജനവിഭാഗങ്ങളാണ് ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി വന്നത്? എന്തിനേറെ പറയുന്നു, SNDP-യുടെ പ്രതിനിധികൾ ഈ ജാഥക്ക് വരവേൽക്കാൻ വേണ്ടി ഇവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആ SNDP-യുടെ പ്രതിനിധികളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജനയാത്രക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുമാത്രമല്ല, ജൈനമതക്കാർ, കൊങ്ങിണി ഭാഷ സംസാരിക്കുന്നവർ, ഗുജറാത്തിൽ നിന്നും ഒരു കാലത്ത് ഈ നാട്ടിലേക്ക് തൊഴിലാവശ്യാർത്ഥം കടന്നു വന്ന് പിന്നെ ഗുജറാത്തിൽ നിന്നും ഇവിടെ അവരുടെ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് യഥാർത്ഥ മട്ടാഞ്ചേരിക്കാരായി മാറിയ ഗുജറാത്തി തെരുവിലുള്ള ഈ നാട്ടിലെ ഗുജറാത്തികളായ ജനങ്ങൾ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ സ്വീകരിക്കാൻ അവർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എത്ര ആളുകളാണ് ഈ ജാഥയെ വരവേൽക്കാൻ കൂനൻ പള്ളിയിലെ, കുരിശുപള്ളിയിലെ, ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛനും അതുപോലെ തന്നെ വിശ്വാസികളും ഈ ജാഥയെ വരവേൽക്കാൻ വേണ്ടി കടന്നു വന്നു. അങ്ങനെ നാനാ മതത്തിൽപ്പെട്ട, നാനാ വിഭാഗത്തിൽപ്പെട്ട ഈ രാജ്യം എത്രമാത്രം വൈവിധ്യമാണോ അതുപോലെ വൈവിധ്യം നിറഞ്ഞ ഒരു നാടെന്ന നിലക്ക് ഈ മട്ടാഞ്ചേരി മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജനയാത്രയുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുമെന്ന് പ്രിയപ്പെട്ടവരെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാടിന്റെ വൈവിധ്യങ്ങൾ, ഈ നാടിന്റെ വൈവിധ്യമാർന്ന മനോഹാരിത നിലനിർത്തണമെന്നാണ് യൂത്ത് ലീഗ് ആഗ്രഹിക്കുന്നത്. ആ വൈവിധ്യങ്ങളുടെ നാട് എത്രയോ കാലമായി വിജയിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇബ്രാഹിം സാഹിബും എന്ന് നമുക്ക് എത്ര സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും. ഈ വൈവിധ്യങ്ങളുള്ള നാട് വിജയിപ്പിച്ചത് എത്രയോ കാലം നീണ്ട 10 വർഷത്തോളം ഇബ്രാഹിം സാഹിബ് ഇവിടെ MLA ആയിരുന്നു. ഇവിടെ നിന്നാണ് അദ്ദേഹം മന്ത്രിയായത്. ഈ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാർ. അതുകൊണ്ടല്ലേ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ നാനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളുടെ ജാഥയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ലീഗിന്റെ പ്രത്യേകതയാണ്, മുസ്ലിം ലീഗിന്റെ പ്രത്യേകതയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനുള്ള പ്രത്യേകതയാണ്. പാണക്കാട് കുടുംബത്തിന് ഈ നാട് എങ്ങനെയാണോ അംഗീകരിച്ചത് അതിന്റെ സൂചനയാണ്. അത് നിലനിർത്തുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ അർപ്പിതമായത്. ഞാൻ ദീർഘിപ്പിച്ച് പ്രസംഗിക്കുകയല്ല. എന്താണ് വർഗീയത മുക്ത ഭാരതം?
എന്താണ് അക്രമം ചെയ്ത കേരളം എന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്യുന്നു. എൻ്റെ മുമ്പ് പ്രസംഗിച്ച ആളുകളും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇന്ന് കുറഞ്ഞ പരിമിതമായ സമയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ പാർട്ടായി ഉയർത്തുന്ന മുദ്രാവാക്യം ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ എന്നുള്ളതാണ്. ജനവിരുദ്ധ സർക്കാരുകൾ എന്ന് പറയുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റും സ്വാഭാവികമായും ചർച്ചയിൽ വരും. എന്തുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ജനവിരുദ്ധമാകുന്നത്? എന്തുകൊണ്ടാണ് ഈ നാട് ഭരിക്കുന്ന കേരള ഗവൺമെന്റ് ജനവിരുദ്ധമാകുന്നത്? UDF അല്ല കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട്, UP അല്ല രാജ്യം ഭരിക്കുന്നത് എന്നതുകൊണ്ട് ജനവിരുദ്ധമാകുമോ? അങ്ങനെയാണെങ്കിൽ UPയെ ഈ രാജ്യം ഭരിച്ച സമയത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? UDF ഈ കേരളം ഭരിക്കുമ്പോ അവർ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു? അവർ ജനങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും പ്രവർത്തനം ചെയ്തോ? പരിശോധിക്കേണ്ടതായി വരും. ഞാൻ വളരെ വിശദമായി UPയുടെ കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യം അത്രമാത്രം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പ്രധാനപ്പെട്ട UPയുടെ നേട്ടമായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. എന്തായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി? നരേന്ദ്രമോദി ഏതാണ്ട് 8,000 കോടി രൂപ മുടക്കി സ്വച്ഛ ഭാരതിന്റെ പേര് പറഞ്ഞ് രാജ്യം മുഴുവനും ലോകം മുഴുവനും കറങ്ങി നടന്ന് പരസ്യം ചെയ്ത് വലിയ മേനി നടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഈ രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം 8,000 കോടിയുടെ പരസ്യം ചെയ്തില്ല. ലോകവ്യാപകമായി കറങ്ങി നടന്ന് അദ്ദേഹം വലിയ പ്രസംഗം നടത്തിയില്ല. അദ്ദേഹത്തെ കുറിച്ചുള്ള ആക്ഷേപം, അദ്ദേഹം മൗനിയാണ്. സഖാവ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ വിളിച്ചത് മൗനി ബാബ എന്നാണ്. അദ്ദേഹം ഒരുപക്ഷെ മൗനി ബാബയായിരിക്കാം. അദ്ദേഹം ഒരുപക്ഷെ ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ടില്ലായിരിക്കാം. അദ്ദേഹം ഒരുപക്ഷെ വാചാലമായി സംസാരിക്കുന്ന വ്യക്തി അല്ലായിരിക്കാം. പക്ഷെ അദ്ദേഹം ഈ രാജ്യത്തൊരു വലിയ സംഭാവന ചെയ്തു. ആ സംഭാവനയുടെ പേരാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. എന്താ പദ്ധതി? നിങ്ങൾക്കൊരു പക്ഷേ കേരളത്തിലുള്ള ആളുകളുമായി കമ്പയർ ചെയ്താൽ ഈ രാജ്യത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ആസാമിൽ ഒരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ ദിവസ വരുമാനം എന്ന് പറയുന്നത് 50 രൂപയിൽ താഴെയാണ്. അവിടെയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഡോക്ടർ മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയിട്ട് ഒറ്റയടിക്ക് ഒരു കുടുംബത്തിലേക്ക് 125 രൂപ കിട്ടുന്നത്. കേരളത്തിൽ 125 രൂപ എന്ന് പറഞ്ഞാൽ, 150 രൂപ എന്ന് പറഞ്ഞാൽ, 175 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതൊരു വലിയ തുകയായി തോന്നില്ല. കേരളത്തിൽ പോലും അതൊരു വലിയ തുകയായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ആസാമിലും ബീഹാറിലും ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്ന, തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന, കൂലിപ്പണിയെടുക്കുന്ന, കോൺക്രീറ്റ് കാടുകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശരാശരി ദിവസക്കൂലി എന്ന് പറയുന്നത് 65 രൂപയാണെങ്കിൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഒറ്റയടിക്ക് 125 രൂപയായി. അങ്ങനെ വന്നപ്പോ സംഭവിച്ചത് എന്താണ്? ഈ 125 രൂപ കിട്ടാൻ തുടങ്ങിയപ്പോ പിന്നെ തൊഴിലാളികളെ കിട്ടാതായി, തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികളെ കിട്ടാതായി, അതുപോലെ കൽക്കരി ഖനികളിൽ തൊഴിലാളികളെ കിട്ടാതായി. 65 രൂപ ആര് വരും? അപ്പൊ കൽക്കരി ഖനികളിലും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളിലുമൊക്കെ കൂലി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി. ലോകവ്യാപകമായി സാമ്പത്തികമായി തകർന്നു തരിപ്പണമായപ്പോഴും ഈ രാജ്യം തകരാതെ പിടിച്ചു നിൽക്കാനുള്ള കാരണം സാധാരണക്കാരന്റെ കയ്യിലേക്ക് മൻമോഹൻ സിംഗ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വഴി പണം എത്തിച്ചു. രണ്ടാമത്തെ UPയുടെ ഗവൺമെന്റ് നേട്ടം എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് പാസാക്കി. സാധാരണഗതിയിൽ ഒരു MPക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടും. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ നിയമസഭയിൽ ഒരു MLA ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടും. വേറെ ആർക്കും ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുമായിരുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു MPക്ക് കിട്ടുന്ന അവകാശം കേരളത്തിലെ നിയമസഭയിലടക്കം ഈ രാജ്യത്തെ നിയമസഭയിൽ ഒരു MLAക്ക് കിട്ടുന്ന ഒരു അവകാശം ഈ രാജ്യത്തെ സാധാരണക്കാരനായ പൗരന് കിട്ടി. നിങ്ങൾ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ഈ നാട്ടിലെ ഒരു സർക്കാർ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥൻ ഉത്തരം തരേണ്ട ഒരു സാഹചര്യം ഇന്ത്യയുടെ പാർലമെന്റിൽ ബില്ല് പാസാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നു. രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ രാജ്യത്തെ അഴിമതി അതുവഴി തടഞ്ഞു. എത്ര അഴിമതികളാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി, RTI വഴി ഈ രാജ്യത്ത് പുറത്തു വന്നത്. ഈ രാജ്യത്ത് പുറത്തു വന്ന മഹാഭൂരിപക്ഷം അഴിമതി കഥകളും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതുമാത്രമല്ല, അവിടെയും അവസാനിപ്പിച്ചത് നിങ്ങൾക്കറിയോ? ചരിത്രത്തിലാദ്യമായി
ഹയർ എഡ്യൂക്കേഷനിൽ 27% OBCക്ക് സംവരണം. IIM-ൽ, IIT-ൽ, 40ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, NIT-ൽ, രാജ്യത്തെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% സംവരണം കൊണ്ടുവന്നു. ആർക്ക്? OBCക്ക്. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് ചരിത്രത്തിലാദ്യമായി 27% സംവരണം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് നടപ്പിലാക്കി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. ആരെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ആരെങ്കിലും അത് ചർച്ച ചെയ്തോ? അവിടെയും അവസാനിപ്പിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ 15ന് പരിപാടി കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ കണക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ഫീസ്. മദ്രസയിൽ കണക്ക് പഠിപ്പിക്കാൻ, മദ്രസയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ ഫണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഈ പണം ഒരുപക്ഷെ നമുക്ക് അധികപ്പറ്റായിരിക്കാം. കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറയാം, കാരണം കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ റേറ്റ് കൂടുതലാണ്. എന്നാൽ ബീഹാറിലെ അവസ്ഥ എന്താണ്? ബീഹാറികളായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകും, ജോലിക്ക് വന്നവർ. UP-യിലുള്ള ആളുകളുണ്ട്, ആസാമിലുള്ള ആളുകളുണ്ട്. അവരോട് ചോദിക്ക്, നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടോ? എന്തിന് മദ്രസയിൽ പോകാറുണ്ടോ? മദ്രസയിൽ പോലും പോകുന്നവർ കുറവാണ്. ആകെ പോകുന്നത് മദ്രസയിലാണ്, സ്കൂളിലേക്ക് അവർ പോകുകയില്ല. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, UP-യുടെ ഗവൺമെന്റ്, ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സാഹിബിന് പങ്കാളിത്തമുള്ള ഗവൺമെന്റ് മദ്രസയിൽ കണക്കും ഇംഗ്ലീഷും പഠിപ്പിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് പണം കൊടുത്തു. എത്ര കുട്ടികൾക്ക് ഇംഗ്ലീഷും കണക്കും പഠിപ്പിക്കാൻ അത് കാരണമായി? BJP പറഞ്ഞു മുസ്ലിം പ്രീണനം നടപ്പിലാക്കുന്നു. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണെന്ന് പറയുന്നു. അതേ സമയത്ത് CPM പറയുന്നു ഇത് മൃദു ഹിന്ദുത്വ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. CPM-കാർ മൃദു ഹിന്ദുത്വ പാർട്ടി എന്ന് കോൺഗ്രസിനെ ആക്ഷേപിച്ചപ്പോഴും BJP-കാർ കോൺഗ്രസിനെ മുസ്ലിം പാർട്ടി എന്ന് ആക്ഷേപിച്ചപ്പോഴും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായി മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റാണ് UPA ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ എത്ര പദ്ധതികൾ. എന്നാൽ ഒരു ഗവൺമെന്റ് മാറി വന്നു, BJP-യുടെ ഗവൺമെന്റ് വന്നു. എന്ത് നേട്ടമാണ് രാജ്യത്ത് ഉണ്ടാക്കിയത്? നോട്ട് നിരോധനം ഞാൻ വിശദീകരിക്കുന്നില്ല, GST-യുടെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യം. ഒരു ബാരലിന് $130 ഉള്ളപ്പോഴാണ് ഏറ്റവും ഉയർന്ന വില UP-യുടെ ഗവൺമെന്റ് കാലത്ത് 75 രൂപ വരുന്നത്. എന്നാൽ ഇപ്പോഴെത്ര? ഇന്നത്തെ ക്രൂഡ് ഓയിലിന്റെ വില എത്രയാ? 51 രൂപയാണ്, $51. അപ്പോഴാണ് $130 ഉള്ള അതേ വില ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുമ്പോ ഈ രാജ്യത്ത് കൊണ്ടുവരുന്നു. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? UPA ഗവൺമെന്റിനെ താഴെ ഇറക്കി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരന് എന്ത് നേട്ടമാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വിവാദം എന്താണ് നമ്മൾ കണ്ടില്ലേ? റാഫേലുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കാര്യം. കോടതിയിൽ പോലും കള്ള സത്യവാങ്മൂലം കൊടുത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പുതിയ വിധി കൊണ്ടുവന്നത് എന്ന് ഇന്ന് പ്രശാന്ത് ഭൂഷൺ മാധ്യമങ്ങളോട് പറയുന്ന കാര്യവും നമ്മൾ കണ്ടു. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് എന്തുകൊണ്ട് ജനവിരുദ്ധമായി എന്ന് അധികം വിശദീകരിക്കാതെ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാലമാണിത്. ഇനി കേരള ഗവൺമെന്റിന്റെ കാര്യം എടുക്കാം. UDF-ന്റെ കാലത്ത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും മെട്രോയുടെ കാര്യം എല്ലാം ചെയ്തത് UDF. അവസാനം പെയിന്റ് അടിച്ചത് പിണറായി വിജയൻ. കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യം 90% ചെയ്തത് UDF ഗവൺമെന്റ്. അവസാനം പെയിന്റ് അടിച്ചത് പിണറായി വിജയൻ. പിണറായി വിജയൻ നന്ദി പറയേണ്ടത് കേരളത്തിലെ പെയിന്റ് കമ്പനികളോടും പെയിന്റ് ഫാക്ടറികളോടും മാത്രമാണ്. ഇനി ഇടതുപക്ഷം തുടങ്ങുകയാണെങ്കിൽ ആകെ തുടങ്ങാൻ പോകുന്നത് പെയിന്റ് ഫാക്ടറിയാണ്. കാരണം പെയിന്റ് അടിച്ചാൽ മാത്രം മതി. ചെയ്തത് മുഴുവൻ UDF. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ UDF ഭരിക്കുമ്പോ കേരളത്തിൽ ഒരു മന്ത്രിയാണ് ഞങ്ങൾ അഭിമാനത്തോടെ ഇവിടെ ഇരുത്തി സംസാരിക്കുകയാണ്. ഈ പരിപാടി ആയിരക്കണക്കിന് ആളുകൾ ഓൺലൈൻ വഴി കാണുന്നുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയായി 5 വർഷക്കാലം UDF-ന്റെ ഇബ്രാഹിം സാഹിബ്, മുസ്ലിം ലീഗിന്റെ ഇബ്രാഹിം സാഹിബ് ഇരുന്ന സമയത്ത് റോഡിനെ കുറിച്ച്, കേരളത്തിലെ റോഡിനെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നോ? എന്നാൽ ഇന്ന് UDF-ന്റെ ഭരണമല്ല, ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്. കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബ്, സങ്കടത്തോടെ പറയട്ടെ, ഞങ്ങളെ ബാൻഡ് സംഘത്തിൽ ഒരാള് റോഡിൽ ഒരു കുഴിയിൽ വീണ് കാല് പൊട്ടിയിട്ട് കിടപ്പിലായിപ്പോയി. സത്യമാണ്, വെറുതെ പറയല്ല, കളവ് പറയല്ല. സ്വരലയുടെ ബാൻഡ് അംഗങ്ങൾ ഇവിടെ ഉണ്ട്. റോഡിലെ കുഴിയിൽ വീണിട്ട് കാല് പൊട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ റോഡിൽ വാഹനങ്ങൾക്ക് മാത്രമല്ല മനുഷ്യന് പോലും നടക്കാൻ കഴിയാത്ത ഗതികേട് കേരളത്തിൽ ഉണ്ടായില്ലേ? ഏത് വകുപ്പാണ്? UDF-ന്റെ കാലത്ത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന എന്തൊക്കെ പദ്ധതികൾ. ആ കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ പദ്ധതി ആർക്കാണ് മറക്കാൻ കഴിയുക? ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് 5 ലക്ഷം രൂപയാണ് കൊടുത്തത്. ചെവി കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ്? നമുക്ക് കാഴ്ച, നമ്മളെ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസപ്രകാരം ഒരാൾക്ക് കാഴ്ച ശക്തി കൊടുക്കുന്നത്, ഒരാൾക്ക് കേൾവി ശക്തി കൊടുക്കുന്നത്, ഒരാൾക്ക് സംസാര ശക്തി കൊടുക്കുന്നത് പടച്ച തമ്പുരാനാണ്. എന്നാൽ ചിലപ്പോ
ജനിക്കുമ്പോഴുള്ള വൈകല്യങ്ങൾ കാരണം, മറ്റ് വൈകല്യങ്ങൾ കാരണം പടച്ചവന്റെ പരീക്ഷണം എന്ന് നമ്മൾ പറയും. ചിലർക്ക് ചെവി കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ സംസാരശേഷി ഉണ്ടാവില്ല. പടച്ചവനായി മാറി UDF ഗവൺമെന്റ്. ചിലപ്പോൾ പടച്ചവൻ മറ്റു പല രൂപത്തിലുമാണ് ആളുകളെ സഹായിക്കുക. ഈ ചെവി കേൾക്കാത്ത ആയിരക്കണക്കിന് ആളുകളെ പടച്ചവൻ സഹായിച്ചത് UDF ഗവൺമെന്റിന്റെ രൂപത്തിലാണ്. അന്ന് അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ CH പൊന്നാര പൂമോൻ ഡോക്ടർ MK മുനീർ എന്ന് പറയുന്ന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. എത്ര പെൻഷനാണ് നമ്മൾ കൊടുത്തത്? UDF വരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പെൻഷന്റെ 10 ഇരട്ടിയാണ് നമ്മൾ കൂട്ടിക്കൊടുത്തത്. 300 രൂപ ഉണ്ടായിരുന്നത് 1000 രൂപയാക്കി. ജനങ്ങൾക്ക് എങ്ങനെ കൂടുതൽ കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ നോക്കി. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ എങ്ങനെ പെൻഷൻ മുടക്കാന്നാണ്. എങ്ങനെ പെൻഷൻ മുടക്കാം? UDF കാലത്ത് ഭവന പദ്ധതി നിങ്ങൾക്കറിയാം. UDF ഒരു വർഷം 1,35,000 ആളുകൾക്ക് ശരാശരി വീട് കൊടുത്തുവെങ്കിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വീട് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടോ ആ പദ്ധതിയുടെ പേരാണ് ഏറ്റവും രസകരം, ലൈഫ്. മനുഷ്യന്റെ ജീവന്റെ ആ ജീവിതങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തുലച്ച ഒരു പദ്ധതിക്ക് ഈ ഗവൺമെന്റ് കൊടുത്ത പേര് ലൈഫ് ഭവന പദ്ധതി എന്നാണ്. ഇതുപോലെ ഒരു ഗതികെട്ട ഗവൺമെന്റിനെ കേരളത്തിൽ വേറെ ആർക്കെങ്കിലും കാണാൻ സാധിക്കോ? പ്രളയത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല. പ്രളയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം ഞങ്ങൾ നൽകി, അവരെ വഞ്ചിച്ചില്ലേ ഒരു ഗവൺമെന്റ്? ഈ കൊച്ചിക്കാരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയട്ടെ, മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി മജീദ് സാഹിബും അതുപോലെ തന്നെ ഗഫൂർ സാഹിബും ഇബ്രാഹിം സാഹിബും പ്രളയമുണ്ടായപ്പോ ഈ പ്രളയത്തിൽ ദുരിതബാധിതരായ എറണാകുളം ജില്ലയിലെ ആളുകളെ സഹായിക്കാൻ നിങ്ങൾ ഓടി വരണം, നിങ്ങളുടെ വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാർ വരണം എന്ന് പറഞ്ഞപ്പോ ആ വിളികെട്ട് കേരളത്തിന് നാനാഭാഗത്തു നിന്നുള്ള വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ ഈ ജില്ലയിലേക്ക് ഓടി വന്നു എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. എത്ര ആളുകൾക്കാണ് ഞങ്ങൾ സഹായങ്ങൾ ചെയ്തത്? എത്ര വീടുകളാണ് ഞങ്ങൾ വൃത്തിയാക്കിയത്? അവിടെ രാഷ്ട്രീയം നോക്കാതെ, അവിടെ ജാതി നോക്കാതെ, അവിടെ മതം നോക്കാതെ നമ്മൾ പ്രവർത്തിച്ചു. അത് മാത്രമല്ല, രാഷ്ട്രീയം അങ്ങനെ നോക്കാതെ ചെയ്തു എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെന്റിന് നമ്മൾ പിന്തുണ കൊടുത്തില്ലേ? സഖാവ് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ കയറി പോകുമ്പോ എല്ലാ എതിർപ്പുകളും ഉണ്ടായിട്ട് പോലും പ്രളയം വന്ന സമയത്ത് രാഷ്ട്രീയം നോക്കരുത് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ആ ഹെലികോപ്റ്ററിൽ കയറിയില്ല. നിപ്പ വന്നപ്പോ നമ്മൾ സഹകരിച്ചില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരസ്യമായി പത്രസമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചില്ലേ? എന്നാലോ പ്രളയം കഴിഞ്ഞിട്ടോ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയോ? 10,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തോ? വീടുണ്ടാക്കാൻ ലക്ഷങ്ങൾ വായ്പ ആർക്കാണ് വേണ്ടത്? വായ്പ ബാങ്കിൽ നിന്ന് കിട്ടില്ലേ? അത് തിരിച്ചടക്കണ്ടേ? ഈ വീട് നഷ്ടപ്പെട്ടവർ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട്, മുനീർ സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാറുകൾ തുറക്കുന്നത് പോലെ ഡാമുകൾ തുറന്നപ്പോഴുണ്ടായ ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് എല്ലാവരും സമ്മതിച്ചല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞു എന്തൊക്കെ ചെയ്തു, പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. പത്രത്തിൽ, മാതൃഭൂമിയിലും മനോരമയിലും പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സർക്കാർ പറഞ്ഞു കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ അതേ ഗവൺമെന്റാണ് പിന്നെ വനിതാ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് എത്ര പൈസയും ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങൾ കോടതിയിൽ ഇത് ചൂണ്ടിക്കാണിച്ചു. പ്രളയത്തിന്റെ കാര്യത്തിൽ പരസ്യം ചെയ്യാൻ പൈസയില്ല എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് വനിതാ മതിലിന്റെ പേരിൽ മുനീർ സാഹിബ് നിയമസഭയിൽ പറഞ്ഞതിന് അക്ഷരം പ്രതി ഞങ്ങൾ പിന്തുണക്കുകയാണ്. അത് വനിതാ മതിലല്ല, അത് വർഗീയ മതിലാണ്. ആ വർഗീയ മതിൽ കെട്ടാൻ വേണ്ടി ഇഷ്ടം പോലെ പൈസ എടുത്തോളാൻ പാവപ്പെട്ട ആൾക്കാർ ഇപ്പോഴും തെരുവിൽ കടിയാണ് പ്രളയത്തിന്റെ പേരിൽ. ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ നിന്നും അനുകൂലമായ വിധി തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടന കേരള ഹൈക്കോടതിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ കൂടി ഈ യുവജനയാത്രയുടെ പേരിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നപ്പോ വേറെ ഏതൊരു കേസിൽ അത് യൂത്ത് ലീഗ് കൊടുത്ത കേസാണെന്ന് പറഞ്ഞൊരു പ്രചരണം, കള്ളപ്രചരണം. യൂത്ത് ലീഗിനെ വാരി ഭിത്തിയിൽ ഒട്ടിച്ചു, കള്ളപ്രചരണം. നമ്മളെ കേസ് പരിഗണിച്ചിട്ട് പോലില്ല, തിങ്കളാഴ്ച എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ കള്ളപ്രചരണങ്ങളെ കൊണ്ടൊന്നും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ നിങ്ങൾക്ക് തളർത്താൻ കഴിയില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തി അക്കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ വേറൊരു പോരാട്ടം കൂടി തുടങ്ങിയിട്ടുണ്ട്. ബന്ധു നിയമനത്തിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾ നോക്കുന്ന കൊച്ചാപ്പ എന്ന് പറയുന്ന KT ജലീൽ എന്ന മന്ത്രിക്കെതിരായി ഒരു യുദ്ധം നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് കുറച്ച് രേഖകൾ കൂടി ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ഇക്കഴിഞ്ഞ 4-ാം തീയതി കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് എന്താ? ഒരു ചട്ടലംഘനവും നടന്നിട്ടില്ല എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട പാറക്കൽ അബ്ദുള്ള നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് 11-ാം തീയതി, 4-ാം തീയതി കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ 11-ാം തീയതി മന്ത്രി ജലീൽ മറുപടി കൊടുത്തിരിക്കുകയാണ്, ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന്. മുഖ്യമന്ത്രി പറയുന്നു ചട്ടലംഘനം നടന്നിട്ടില്ല എന്ന്.
എന്നാൽ അറിയാതെ മന്ത്രി സമ്മതിച്ചു പോയതാണ്. ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന് ഒപ്പിട്ട് പോയതാണ്. ആ ഒപ്പിട്ട രേഖ പാറക്കൽ അബ്ദുള്ളക്ക് നിയമസഭയിൽ കൊടുത്തതാണ്. അതിന് പിൻവലിക്കാൻ കഴിയില്ല. അതൊക്കെ കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയാൽ ആ മന്ത്രി കസേരയുടെ സ്ഥിതി എന്താകുമെന്ന് കേരളം കാത്തിരുന്ന് കാണാൻ പോകുന്നേയുള്ളൂ എന്ന് അത്രയും അഴിമതിക്കാരും സ്വജനപക്ഷപാതികളും ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡിസംബർ 24-ാം തീയതി പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ മിനി കാർണിവലാണ് ഇവിടെ കണ്ടതെങ്കിൽ സാക്ഷാൽ കാർണിവൽ ഡിസംബർ 24-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ സാക്ഷി നിർത്തി, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി 15,000 വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരെ പരോടോടുകൂടി കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിന്റെ ദിശാബോധം ഉണ്ടാക്കുന്ന തരത്തിൽ നമുക്ക് ആ യാത്ര അവിടെ സമാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ പങ്കെടുത്തവരും ഇവിടെ പങ്കെടുക്കാൻ കഴിയാതെ പോയവരുമായ മുഴുവൻ ആളുകളെയും ഡിസംബർ 24-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനിയായിരുന്നു നമ്മൾ നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാഥ കണ്ടപ്പോൾ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു, പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ചാൽ ജാഥയെ ഉൾക്കൊള്ളാൻ കഴിയില്ല, സമ്മേളനത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് നമ്മുടെ ജാഥ മാറ്റാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും 24-ാം തീയതി തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം.